അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. വെരി ഗുഡ്. സുധി നന്നായി പാടുന്നു. നെക്സ്റ്റ് ടൈം ഒരു ബഷീർ ക സോങ് പാടണം. അയ്യോ, ഇതിനെ പാട്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. We should actually develop this community. Chennai SSG is doing very well and members are showing great progress. ഈ വിക്കൊന്ന് മാറിയിട്ട് വേണം കൊടൈക്കനാലിലേക്ക് ഒരു ടൂർ പോവാൻ. അതെന്താ അലക്സ്, വിക്കുള്ളവരെ കൊടൈക്കനാലിലോട്ട് കേറ്റില്ലേ? Wrong thinking, Alex. Tammering ഒരു ക്യൂറും ഇല്ല. You should learn to live with that. ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ സാറേ. ഡോക്ടറിനുള്ള ഇഷ്യൂ ഒക്കെ ഞാൻ അറിഞ്ഞു. ആക്ച്വലി എന്താ പ്രോബ്ലം? ഞാൻ എൻ്റെ പേരക്കുട്ടിയോട് മിണ്ടുന്നത് അവക്ക് ഇഷ്ടല്ല. എൻ്റെ വിക്ക് കുഞ്ഞിന് പകരുന്ന അവളെ പേടി. ഏയ് നെവർ. എനിക്ക് എൻ്റെ കുഞ്ഞുമോളെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റിയോ ത്യാഗ സാറേ? സുധിയുടെ സ്കൂളിലാ അവള് പഠിക്കണത്. ഓ, ഒക്കെ ശരിയാവുക. എന്തൊക്കെയാ നിങ്ങൾ നാളെ മുതൽക്ക് തുടങ്ങാൻ പോണ പുതുതായിട്ട്? വണ്ടർഫുൾ. ഇക്ക മെഡിറ്റേഷൻ കുറച്ച് നാളായി മുടങ്ങി കിടക്കുക, അത് തുടങ്ങാം. വെരി ഗുഡ്. സുധി, വാട്ടർ തെറപ്പി നാളെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവൻ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആദ്യം മലയാളം പറഞ്ഞ് പഠിക്കടാ. മലയാളം ടഫാ, ഇംഗ്ലീഷ് തരായ പിന്നെ എളുപ്പാ. ആ മതി കണ്ട ശുദ്ധി വരുത്തിയത്. നീ ഇങ്ങോട്ട് കയറിക്കേ. മര്യാദയ്ക്ക് ഇന്ന് ലീവ് എടുത്ത് എൻ്റെ കൂടെ വന്നോ. ആ ജയിലിൽ നിന്ന് വരാൻ പറ്റില്ല, അതാണ്. എനിക്കിന്ന് വരാൻ പറ്റില്ലടാ, സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റാത്തോണ്ടാ. മോന്തെങ്കിലും തട്ടുന്നുണ്ടല്ലോ. നിന്റെ 100 കാര്യത്തിന് ഞാൻ കൂടെ വരണം, എന്നിട്ട് എനിക്ക് പെണ്ണ് കാണാൻ കൂടെ വരാൻ പറഞ്ഞപ്പോൾ ചാടല്ലടാ. നീ ധൈര്യമായിട്ട് ചെന്ന് കാണും, ഒക്കെ റെഡിയാവും. ശാന്താകാരം ഭുജഗശയനം പൽപനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം ശേഖവർണം ശുഭാംഗം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്താകാരം ഭുജഗശയനം. ഫോൺ അടിക്കുന്നു, ആരാണാവോ? ദേ നിന്നു. എടാ, നിനക്ക് ആ ഫോണൊന്നും എടുത്തൂടെ? എന്നിട്ട് വേണം ഇന്നത്തെ ദിവസം പോവാൻ. കമലനയനം യോഗിഭൃത്യാനഗമ്യം. എന്താ മേമേന്നും പറഞ്ഞേ? പഞ്ചസാര ഭക്ഷണത്തിൽ നിന്ന് കുറച്ചാലോ എന്ന് ഞാൻ ആലോചിക്കാം. ഡയബറ്റീസിന്റെ തുടക്കം ഉണ്ടോന്നൊരു സംശയം. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. കൊച്ചു പിള്ളേർക്കാ ഡയബറ്റീസ്. വെറുതെ ഒരു രോഗം വിളിച്ചു വരുത്താ. രാമ 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 ശ്രീരാമചന്ദ്ര. പ്ലേറ്റ് എടുത്തോളൂ. അച്ഛന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയില്ലേ? അതൊന്നും സാരമില്ലടാ. ആര് പറഞ്ഞു? കഴിഞ്ഞ റിപ്പോർട്ടിൽ LDL കൗണ്ട് 180 വന്ന് നിന്ന്. നാളെ രാവിലെ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് ഷുഗർ ഒന്ന് നോക്കാമല്ലോ. അമ്മ പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് സമാധാനമെങ്കിലും ഉണ്ട്. കുറച്ച് മതി. കേൾക്കണ്ടോ? ടെസ്റ്റ് ചെയ്യണമെന്ന്. ഇതെന്ത് കഴിപ്പാത്? എന്താടാ ഇത്? നീ 1.5 ഇഡ്ഡലിയാ കഴിച്ചേക്കണേ. ദോശയായിരുന്നു വെച്ചാൽ ഞാൻ 3 എണ്ണം കഴിച്ചാണ്. 30 എണ്ണം കഴിച്ചേനെ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഫോൺ മുകളിൽ വെച്ച് മറന്നു. ഞാൻ എടുത്തിട്ട് വരാടാ. എന്നിട്ട് വേണം കാലിന്റെ പാദം കൂടെ. അവനിപ്പോ പണ്ടത്തേല് നല്ല മാറ്റം ഉണ്ടല്ലേ? കിള്ളിക്കുരിശുമംഗലത്ത് പോയി അവരുടെ നാക്കിൽ ഇനി ഒന്നുകൂടി എഴുതിക്കണം. ഞാൻ ഇന്നലെ നേർന്നതാ. തുടങ്ങി. നിങ്ങളുടെ ഈ നേർച്ചയും വഴിപാടും ഒന്ന് നിർത്തുവോ? കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി 12,000 രൂപയ്ക്കല്ലേ വഴിപാട്? അതിനിപ്പോ എന്താ കുഴപ്പം? എനിക്ക് പെൻഷൻ കിട്ടിയ കാശല്ലേ. അതിന് അടുത്ത തവണ പോകുമ്പോ ഇനി വെണ്ണോണ്ട് ഒരു തുലാഭാരം കൂടെ കഴിക്കും. വെണ്ണ കൊണ്ട് മാത്രം ആക്കണ്ട, 1 കിലോ സ്വർണം കൂടെ വാങ്ങി അതിലിട്ടോളൂ. ആയിക്കോട്ടെ, ഞാനിത് സ്വസ്ഥായിട്ടൊന്ന് കഴിച്ചോട്ടെ. സുധി, നീ ഇന്ന് മോഹന്റെ കൂടെ പെണ്ണ് കാണാൻ പോണില്ലേ? ഇല്ലടാ, സ്കൂളിൽ നല്ല ടൈറ്റാ. എനിക്കിന്ന് കോഴിക്കോട് ഇൻസ്പെക്ഷൻ. ഈ ജോലി എനിക്ക് മതിയായി മോനെ. അങ്ങോട്ട് കൂടി എന്താ യാത്ര? ഒരു തെണ്ടി വിളിക്കുന്നുണ്ട്. ഹലോ സാറ്, ഓഫീസിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഓൺലൈൻ വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഐ എം ഹെൽപ്ലെസ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ദ ഹോൾ കസ്റ്റമർ കെയർ ഈസ് സ്ട്രീം ലൈൻഡ് ആൻഡ് ഓൺലൈൻ. ഓഫ് കോഴ്സ് സാർ. ഓക്കെ. ഇന്ന്
ശാസ്ത ബസ് ലേറ്റാ? ആ സാസാ ബസ് ബ്രേക്ക് ഡൗൺ ആണെന്നാ പറഞ്ഞേ. കുഴപ്പമില്ല, മേരിമാതപ്പ വരും. ബ്രേക്ക് ഡൗണോ? ആ എന്ത് പറ്റി? അല്ല, ഞാൻ ശാസ്ത ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. എത്ര നാളായിട്ട്? 3.5 വർഷമായിട്ട്. കൂടലൂർ ഇറങ്ങിക്കോ. നിന്ന് ഡാൻസ് കളിക്കാതെ ഇറങ്ങടോ. പെട്ടെന്ന് ഇറങ്ങാ അവിടെ. കേറ്. താൻ കേറണ്ടോ? സമയം കളയാണ്ട് കേറാൻ നോക്കണോ. ഒന്ന് കേറോ. പോട്ടെ. ആ വണ്ടി പോട്ടെ. ടിക്കറ്റ് എവിടെ ഇറങ്ങണേ ചേച്ചി? ടിക്കറ്റ് അവിടെ ടിക്കറ്റ് ഇവിടെ താട്ടെ. ആ അതവിടെ ബാക്കി വിടി. എവിടേക്കാണോ? എന്താ എന്താ തത്തയാ? അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വണ്ടി പോവില്ലോ. എന്താ എരുമയൂർ? ഇത് പറയാനാണ് എത്ര നേരം തത്തി കളിച്ചേ? ഓരോന്ന് വലിഞ്ഞു കയറിക്കോളൂ. പിടി ടിക്കറ്റ് ഒരാളത് പിടി. ആ അവിടെ ആരെയും ടിക്കറ്റ് എടുക്കണ്ടോ? ആ ടിക്കറ്റ് എന്തുട്ടാ കാണിക്കണ കുട്ടി? ഇങ്ങനെ മാറും. ഇത്ര ചെറുപ്പത്തിലൊക്കെ മനുഷ്യന് ഭ്രാന്ത് വരികയെന്ന് വെച്ചാൽ. തത്തമംഗലം അയാളോട് പറയാൻ പറ്റാത്തത് കൊണ്ട് എരുമയൂർ ഇറങ്ങി ഓട്ടോ പിടിച്ചാ ഞാനന്ന് സ്കൂളിലെത്തിയത്. എന്താ ലേറ്റായി? പോരട്ടെ ഇങ്ങോട്ട്. ശാസ്ത ബസ്സോ ബ്രേക്ക് ഡൗൺ ആയി, മേരി മാതാ ബസ്സിൽ കയറി, കണ്ടക്ടറോ അലമ്പായി, ഓട്ടോ പിടിച്ചു. ഇപ്പൊ മനസ്സിലായി. ഷീല. പേരിത്തിരി പഴയതാണെങ്കിലും മുഖത്തിരി പുതിയതല്ലടാ. നോക്ക്. ഇങ്ങോട്ട് തന്നെ. നീ നോക്കാറായിട്ടില്ലേ? നീ ചെറുക്കണ. ഇപ്പൊ പഴയ പേരടാ ഫാഷൻ. ജാതകപ്പൊരുത്തോ ഉണ്ട്. 2 ദോശകളുടെ മാവേ ഉള്ളിനി. ആക്രാന്തം കാണിച്ചു വെറുതെ. അമ്മയുടെ ചമ്മന്തിയാ ഉഗ്രൻ. പ്ലീസ്. എനിക്കിഷ്ടം അമ്മയുടെ മോര് കൂട്ടാനാ. അമ്മേനെ മോരിച്ചാൻ തന്നാ ഈ മോഹനാട്ടം കളിക്ക് വിളിക്കണേ. ആര് വിളിച്ചു? ആ പൂജാമുറിയിൽ ഇരുന്ന തീപ്പെട്ടി എവിടെയാ? പൂജാമുറിയിലത്തെ തീപ്പെട്ടി അടുക്കളയിൽ ഉപയോഗിക്കുന്നത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഗ്യാസ് ഒന്ന് കത്തിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പം വന്ന് കത്തിച്ചു തരുമോ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഒരു ഗുരുവായൂരപ്പനും തീപ്പെട്ടിയും മോരിശാന്തി എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? എന്താ എന്റെ അവർക്ക് എന്താ? അതെ, സുധിയുടെ പെണ്ണ് കാണലിന്റെ കാര്യാച്ചാ. അതല്ലേ അവനോട് തീരുമാനം എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് പോയി അങ്ങോട്ട് കാണാം. അല്ലാണ്ട് വെറുതെ അവരെ ബോംബെന്ന് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ട. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒറ്റപ്പാലത്തുള്ള അമ്മ വീട്ടിൽ 12-ാം തീയതി ആ കുട്ടി വരുമെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ അങ്ങോട്ട് മറന്നു. ആദ്യം സ്വന്തം മോന്റെ കാര്യം നോക്കൂ, എന്നിട്ട് മതി ദൈവത്തിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലേ? ഏപ്രിൽ ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ കോഴ്സ് കഴിയും. കല്യാണം കഴിഞ്ഞ കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ട് നിന്റെ സ്കൂളിൽ തന്നെ ഒരു ജോലി വാങ്ങി കൊടുക്കാമല്ലോ. പിന്നെ അവര് നമ്മുടെ അത്ര തറവാടികളൊന്നുമല്ല. നിനക്ക് നല്ലോണം ബോധിച്ചെങ്കിൽ മാത്രം മതി കേട്ടോ. എനിക്കിത് കേൾക്കുമ്പോഴാ ഞാൻ കല്യാണം കഴിക്കുന്ന ഡിമാൻഡ് അച്ഛൻ അറിയാലോ. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു പെൺകുട്ടിയെ കാണുള്ളൂ. അത് ശരിയായില്ല ഞാൻ പിന്നെ കല്യാണം കഴിക്കില്ല. പിന്നെ
എന്ത് പിന്നെ ആഴ്ചയിൽ നിന്നെ പോലെ പെണ്ണ് കണ്ട് കിടക്കലല്ലേ എൻ്റെ പണിയെന്നല്ലേ? ആ തന്നെ. ആ നീ വേഗം വന്നേ, 3 മണിക്കാ ഷോ. ആ മോനെ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4 ആശ്രമങ്ങളാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ. ഗാർഹസ്ഥ്യം ഒരു പീഡനാണെങ്കിലും അത് അനുഭവിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അയ്യടാ, മോനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വേദാന്തം നിങ്ങളന്ന് പോയി പൂജിക്കുന്നുണ്ടോ? എടാ മോനെ, ദിവാകരൻ വരുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് പറയാൻ? എൻ്റെ കുറവുകളൊക്കെ പറഞ്ഞിട്ടില്ലേന്ന്? എന്നാ പിന്നെ നിന്റെ കുറവുകളെല്ലാം കൂടി ഒരു ലിസ്റ്റ് എഴുതി അവൾക്ക് കൊടുക്ക്. അപ്പോഴേക്കും അവൾക്ക് 2 കുട്ടികളാവും. എന്തായാലും നീ പോയിട്ട് ആദ്യം ആ കുട്ടി ഒന്ന് കാണ്. എന്തായാലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല മോനെ. അതെ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊന്നും നടന്നു കണ്ടാ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ. ഈ കല്യാണം മരണം എന്നൊക്കെ പറയണത് ഒരു യോഗ. അത് നടക്കേണ്ട സമയമാകുമ്പോൾ നടക്കും. അയ്യോ, എനിക്ക് തന്നെ ഇടിച്ചങ്ങ് ചാവാനാ തോന്നണേ. രാമ 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 കൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ. സ്കൂളിൻ്റെ ISS സർട്ടിഫിക്കേഷൻ്റെ ചാർജ് എനിക്ക്. അതിൻ്റെ ഓവർലോഡ് നന്നായിട്ടുണ്ടേ. സ്കൂൾസിന് IS ഉണ്ടോ? പിന്നെ ഐ എം ദ ഇംപ്ലിമെൻറ്റേഷൻ ടീം. സംസാരിച്ചോളൂ കേട്ടോ. അമ്മായിയാ. നമ്മുടെ ആളുകളൊക്കെ ഇപ്പോഴും ഭയങ്കര കൺസർവേറ്റീവ് അല്ലേ? ഞാനും കുറേയൊക്കെ അങ്ങനെ തന്നെയാ. പിന്നെ അച്ഛന് ജോലി ബോംബെയിലായോണ്ട് അവിടെ ജീവിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് നാടാ ഇഷ്ടം. അറ്റ് ദ സെയിം ടൈം കരിയറും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ശരിയാ. എനിക്ക് നാട് തന്നെ ഇഷ്ടം. പുറത്തൊക്കെ എന്താ അല്ലേ, കംപ്ലീറ്റ് കൊല, വെടിവെപ്പ്, രോഗങ്ങൾ. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലെന്നാണോ? ഉണ്ട്, പക്ഷേ കുറവാണല്ലോ. എനിക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞിരുന്നു. ആ, അത് വളരെ നന്നായി. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റണ്ടല്ലോ, പിന്നെന്താ. ഷീലയ്ക്ക് മ്യൂസിക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ചെറിയ എഴുത്തിൻ്റെ അസുഖം ഉണ്ട് കേട്ടോ. പാട്ട് എഴുതുവോ? ഞാൻ 8ാം ക്ലാസ് വരെ പാട്ട് പഠിച്ചതാ, പിന്നെ ബോറടിച്ചു. ഓ ശരിക്കും? എൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്ത പിന്നെ ഇവളുടെ കാര്യം ഓർക്കുമ്പോൾ ടെൻഷനാ. ഇവൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാ. ചുറ്റിലും ഒരുപാട് പേര് സഹായിക്കാണ്ടെന്നുള്ളതൊക്കെ വെറും ഒരു തോന്നലാ. അതും ശരിയാ. പക്ഷേ എനിക്കുള്ള രാജേ. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് ഇറങ്ങല്ലേ സുധി? സുധി പണ്ട് കുറച്ചു കാലം ബോംബെയിലായിരുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇറങ്ങട്ടെ എന്നാ. നൈസ് മീറ്റിംഗ്. നൈസ് മീറ്റിംഗ്. എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു. അവളൊരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുധിയെ കാണിക്കുന്ന കാര്യ. സുധിയുടെ മുഖത്തിന്റെ ഒരു തെളിച്ചില്ലാത്ത ആ കല്യാണാലോചന മുടങ്ങിയതിന്റെ വിഷമഭാവത്തിന് അത് ഇതുവരെ മാറിയിട്ടില്ല. അതെന്താ പറ്റിയേ? സമ്മതമാണെന്ന് സുധിയുടെ അച്ഛൻ പെൺവീട്ടുകാരെ വിളിച്ചു പറഞ്ഞു. പെൺവീട്ടുകാരുടെ ഭാഗത്തൊന്നും പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. മാഡം ഇനിയാന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു യോഗ. സതീഷിന്റെ എന്റെയും തന്നെ കാര്യം കണ്ടില്ലേ? ഞങ്ങൾ ഡിവോഴ്സായെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടാ. അത്രയ്ക്കായിരുന്നു അത്ര പൊരുത്തം. ഈ സെന്റ് സ്റ്റീഫൻസിലേക്ക് ജോലി കളഞ്ഞ മാഡം നമ്മുടെ സ്കൂളിൽ വന്ന് എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നു. ഈ കുറിപ്പിനെയൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഇവളുടെ +2 കഴിയുന്നവരെങ്കിലും എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇവിടെ ആകുമ്പോൾ ഒരു നോർമൽ സ്കൂളിൽ പഠിക്കാമല്ലോ. ഡൽഹിയിലായിരുന്നപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. എൻ്റെ ഇനിയുള്ള കരിയറൊക്കെ ഇവളെ ചുറ്റിപ്പറ്റേ ഉള്ളൂ. താരമുള്ളോട് സ്തുതിക്കുള്ള അടുപ്പത്തിന്റെ കാര്യം ഇപ്പഴാ എനിക്ക് മനസ്സിലായേ. മിണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ്. എന്താ? ഒന്നും വന്നേ. എന്നെ ചീത്ത പറയാനല്ലേ വിളിപ്പിച്ചേ? സ്ഥലകാല ബോധിയില്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയണത് എൻ്റെ ഒരു കുഴപ്പാ. സോറി. ഏയ്, നിർമ്മലയുടെ ഈ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരുപാട് നാളായി പറയണമെന്ന് വിചാരിച്ച്
മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. പറഞ്ഞോളൂ. എനിക്കിഷ്ടമാണ്. എന്നെയോ? അതിനെന്താ നിർമ്മലയ്ക്കൊരു കുഴപ്പം? ഒന്ന് പോ ഗ്രിഗ. ഗ്രിഗൻ എന്താ വട്ടായോ? ഒരുപാട് ആലോചിച്ച് ചോദിക്കുന്നത്. എൻ്റെ ആഗ്രഹം സിനിമ, അഭിനയം ഒക്കെ എന്നറിയാലോ. ഭാവി എന്താന്ന് ഒരു രൂപമില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിർമ്മലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? പാതിരാത്രിക്ക് റോഡിനരികിൽ കിടന്നുറങ്ങുന്ന പാവങ്ങളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നതാണോ അവിടെ ഇരുന്ന പേസ്റ്റ് എവിടെയാ? ഇപ്പൊ രാത്രി പല്ല് വെച്ചില്ലെങ്കിൽ എന്താ? പല്ല് വെക്കേണ്ട കിടന്ന് എനിക്ക് ഉറക്കം വരില്ല എന്ന് എനിക്കറിയില്ലേ. നിങ്ങളിന്ന് ഉറങ്ങണ്ട, ഒന്ന് മാറി നിൽക്കൂ, ഞാൻ ഒന്ന് കാണട്ടെ. നിങ്ങളുടെ മകളെയാണ്. ഹലോ ഹലോ, ഞാൻ ബോംബെന്ന് ബാലകൃഷ്ണനാ. മനസ്സിലായോ? ആ മനസ്സിലായി. ഷീലയുടെ അച്ഛനല്ലേ? എഴുന്നേക്കടാ. അത് ശരി. അങ്ങനെ ആയിക്കോട്ടെ. ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട് വിളിക്കാം. ശരി, സന്തോഷം. എന്താ? അയാൾക്ക് പെട്ടെന്ന് ബോംബെക്ക് പോണ്ടി വന്നു അത്രേ. ഓ, എന്നിട്ട് എന്താ പറഞ്ഞേ? അതവർക്ക് സമ്മതാത്രേ. എന്റെ ഭഗവതി, ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നായിരുന്നു. തീരുമാനം നിന്റെയാ. ഞാൻ എന്താ അവരോട് വിളിച്ചു പറയണ്ടേ? ഇതിലെന്താ എത്ര ആലോചിക്കാനുള്ളത്? സമ്മതാണെന്ന് അങ്ങോട്ട് വിളിച്ചു പറയൂ. ആ കുട്ടിക്ക് വേറെ വല്ല ആലോചനയും വന്നാലോ? ഓ, അങ്ങനെ ആലോചന വന്ന് കെട്ടിപ്പോണ കെട്ടിപ്പോട്ടെ. അല്ല, അപ്പൊ എന്താ നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയല്ലേ? എന്തെത്ര ആലോചിക്കാൻ? വിളിച്ചു പറയോ അച്ഛാ സമ്മതാന്ന്? പറയൂ അങ്ങോട്ട് എന്ന് പറയൂ. ഓ, പല്ലൊക്കെ പിന്നത്തേക്ക് ചെല്ലുന്നേ. ആയിക്കോട്ടെ. നോക്കിയോ ഷീലെ, നന്നായിട്ടില്ലേ? ഇവിടെ സ്കൂളിലെ ജോലി ഒരുവിധം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ക്യാപിറ്റേഷൻ കൊടുക്കേണ്ടി വരും, എന്നാലും ലാഭാ. അങ്ങനെ ഒരു ജോലി എനിക്ക് വേണ്ട സുധി. ഈ പ്രിൻസിപ്പൾസ് പറഞ്ഞുകൊണ്ടിരുന്ന വെറുതെ വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ ഒരു പേടിയൊന്നും സുധിക്ക് വേണ്ട. ഐ ക്യാൻ ഫൈൻഡ് എ ജോബ് ഫോർ മൈസെൽഫ്. ഇവിടുത്തെ കൊള്ളാവുന്ന ഒരു സ്കൂള് ഇത് മാത്രമേ ഉള്ളൂ. അതാ മുംബൈയിൽ ട്രൈ ചെയ്യാം. അവിടെ കുറെ കൂടെ ബെറ്റർ പാക്കേജ് ഉണ്ടാവുമല്ലോ. ബോംബെ അത് വേണ്ട, അധികം സമ്മതിക്കില്ലേ? വൈ? ഷീല പറഞ്ഞത് ഇവിടെ ഇഷ്ടമാണല്ലേ? നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ കരിയർ. അതും ഞാൻ പറഞ്ഞിരുന്നു. പതുക്കെ. ഷീല പറഞ്ഞോളൂ. സുധി പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. രണ്ട് മസാല ദോശ, രണ്ട് വട. മോളൊന്ന് പറ. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കടയടയ്ക്കും. ആളെ കളയാക്കാം. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യണേ സാറേ. നിങ്ങൾ ആലോചിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഈ വീക്കെൻഡ് പിന്നെ പെണ്ണെന്താ ഭ്രാന്തട്ടോ. ഓരോരുത്തന്മാരുടെ വെയിറ്റേ. ഹേ ചേട്ടാ, സാർ ഒരു മിനിറ്റ്. സുധി, നമുക്ക് പോവാം. അയാളെ കണ്ടിട്ടൊരു മനുഷ്യപ്പറ്റുണ്ടെന്ന് തോന്നുന്നു. എന്താ വേണ്ട സാർ? വേറെന്തെങ്കിലും? എന്താടാ? എന്ത്?
സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമം? ഒന്നുമില്ല. കല്യാണത്തിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അതൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ? രാമ രാമ രാമ. കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ഇരിക്കോ ഇരിക്കോ, അവളിപ്പോ വരൂ കേട്ടോ. മോളെ കല്യാണി. കൂടെ പഠിച്ചാണോ? അല്ല, ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്. നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാൻ. ഹായ്, വരൂ, അങ്ങോട്ടേ ഇരിക്കാം. റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. റിയാണ് സുധയുടെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. എന്ത് ഇഷ്യൂ? നിങ്ങളെന്താ ചെയ്യുന്നത്? ഷീസ് എ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഫസ്റ്റിനല്ലേ കല്യാണം? എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. താങ്ക് യു. അമ്മൂമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിന്റെ ആളാ. നിങ്ങൾ രണ്ടുപേരോടും കൂടി വരാൻ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആൻഡ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് സുധയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് സുധി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ ആക്സെപ്റ്റൻസ്, അതാണ് പലർക്കും ബുദ്ധിമുട്ട്. എന്നുവെച്ചാ ലൈഫ് ലോങ് ഇത് ഇങ്ങനെ ആയിരിക്കും എന്നാണോ? ഇത് ഓവർകം ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനാ ഉള്ളൊരു ന്യൂറൽ ഡിസോർഡർ ആണ് ഇൻ മോസ്റ്റ് കേസസ്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. അതാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കാത്തത്. അതിനായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയം പൈസയൊക്കെ ചെലവാക്കും. അതല്ല വേണ്ടത്. സുധിയല്ലേ ഇത്? ദേ വരുന്നു നമ്മുടെ അഭിനവ രമണൻ. ഡാ സുധി, സുധി നിക്കടാ. എടാ സുധി, ഇവൻ ഇത് എങ്ങോട്ട്? നീ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മുങ്ങിയേ? ഡാ ഗ്രേഗൻ നാളെ പോണല്ലോ, നമുക്കിന്ന് എന്റെ വീട്ടിൽ കൂടിയാലോ? കുപ്പി റെഡിയാണ്. ഞാനില്ല, ഞാൻ പോവാം. അവിടെ നിക്കടാ. ഇതെന്ത് തിരക്കാ? ലോകത്ത് വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലേ? നല്ല ടയർഡാ. അതാ നിക്കടാ, ഞാൻ പറഞ്ഞേക്ക്. കല്യാണ തലേന്ന് നമുക്ക് ബാച്ചലർ സെറ്റപ്പ് എന്റെ വീട്ടിൽ ചെയ്താലോ? നിന്റെ വീട്ടിലാണെങ്കിലേ നിന്റെ അച്ഛൻ ആകെ കശവിശുണ്ടാക്കുന്ന ആ പരിപാടി ഈ ഗ്രേഗൻ ദാസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അതന്നെ. എന്താടാ, വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നീ മാറി. അതിനെന്താ നീ ചൂടാവുന്നേ? ആര് ചൂടായി? നീ നിക്ക്. ഇതാ അവന്റെ കുഴപ്പം. ഇവൻ പിടിച്ച മൊയില് 10 ചെവി. ബാക്കിയുള്ളവർ അതെല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം? ഞാൻ ആരൊക്കെ മോഹൻ എന്താ അതിന് നീ നിന്നെ തള്ളുന്നേ? നിന്റെ എല്ലാ കുഴപ്പങ്ങളും സഹിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടുവരുന്ന ഞങ്ങളാ. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് ഞങ്ങളെ വേണ്ടല്ലടാ. എന്ത് കുഴപ്പമാണ് എനിക്കില്ല? വിൽക്കാണെന്റെ കുഴപ്പം. പൊട്ടി ഓടിക്കറിയാത്താണ് എന്റെ കുഴപ്പം. അവനെ വിറ, അവനെ തല്ലട്ടെ. രാവും പകലാതെ ഇവനെ കൂടെ കൊണ്ടുവരുന്നേ എനിക്ക് ഇത് തന്നെ വേണം. അത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ ഫ്രണ്ട് ആക്കണ്ട. എന്റെ കൂടെ നടക്കണ്ട. സുധി, സുധി നിക്കടാ. എന്താടാ? ഞാനും വരാം വീട്ടിലേക്ക്. വേണ്ട. എന്നിട്ട് നിനക്ക് നാളെ കണക്ക് പറയാനല്ലേ? എടാ, എന്നെ ഒരാൾ മനസ്സിലാക്കരുത്.
അക്കൗണ്ട്സ് ആണ് സീരിയസ് മിസ്മാച്ച്. അടുത്ത ഓഡിറ്റിംഗിൽ ഇത് വലിയൊരു ഹെഡേക്ക് ആവും. അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. സുധി, എനിക്കിതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി എത്രയും പെട്ടെന്ന് എടുത്തു തരണം. സംതിങ് ഇസ് സംവെയർ റോങ്. ഞാൻ നോക്കാം. ഫോറിൻ ഫണ്ട്സിന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ഇതൊന്നും നേരെ ചൊവ്വ നടത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാടാ ജോലിക്കെന്നും പറഞ്ഞ് രാവിലെ എഴുതുന്നത്? ഈ ബന്ധം വർക്കൗട്ട് ആവില്ല സുധി. എന്താ ശീല പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ലേ? ഇതിപ്പോ അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു ഡിവോഴ്സിനെ പറ്റി ആലോചിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ ഒരു തീരുമാനത്തിലെത്തുന്നത്? അതിന് മാത്രം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷീല. ഷീലയ്ക്ക് വെറുതെ തോന്നനാവും. കല്യാണം കഴിയുമ്പോൾ ഒക്കെ ഭേദമാവും. വേണമെച്ചാൽ ബോംബയ്ക്ക് പോവാം. ഞാൻ ജോലി റിസൈൻ ചെയ്യാം. ആസ്മയൊന്നും ഇപ്പോൾ വലിയ ശല്യമല്ല. സുധി, എനിക്ക് നല്ല പ്രയാസമുണ്ട്. പക്ഷെ ഇതാവും നല്ലത്. പ്ലീസ് ഷീല, നമുക്കിതെങ്ങനെയെങ്കിലും ശരിയാക്കാം. ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ നാളെ തന്നെ ബോംബെക്ക് തിരിച്ചു പോവാ സുധി. അച്ഛനിപ്പോൾ സുധിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ഞാനിത് സുധിയോട് നേരിട്ട് പറയാനാ വന്നത്. സുധിക്ക് എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ഷീലയ്ക്ക് അറിയാഞ്ഞിട്ടാ ഇത് നടന്നില്ല വെച്ചാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോറി സുധി. ശ്രുതി വേണമെങ്കിൽ കുറച്ച് ഉറങ്ങിക്കൊള്ളൂ. പകുതി ദൂരെ ആയുള്ളൂ. കോർ കമ്പനി നന്നായിട്ട് എനിക്കുണ്ടായി. സാറിനൊരു ഡിസ്റ്റർബൻസ് ആവും. അതാ ഞാൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞത് ഉറങ്ങുന്നില്ല എന്ന്. സാർ ഉറങ്ങിക്കോളൂ. Yes. Now you relax. Take a deep breath. Inhale and exhale. മാഷേ, കുറുപ്പ് സാർ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു. ഒന്ന് വരണം സാർ. ഇപ്പൊ സൗകര്യപ്പെടില്ല. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാൻ എന്നോട്. സുധിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ സാർ. മാഷേ, ശ്വാസം വിട്ടോട്ടെ. ആ, ഇതുവരെ വിട്ടില്ലേ? നിങ്ങൾ പോയി ബാസ്കറ്റ് ബോൾ കളിച്ചു. ഫയലും കമ്പ്യൂട്ടറും തന്റെ മേഡത്തിനൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കോൺഫറൻസ് എന്ന് പറഞ്ഞ തേരെ പറ നടന്നാൽ മതിയല്ലോ. ശ്രീദേവി മാഡം ഉച്ചയ്ക്ക് മുമ്പ് എത്തുമെന്നാ പറഞ്ഞത്. ഓ മേഡം, സാറെന്ന് അന്വേഷിച്ചത്? എവിടെയാണോ തന്റെ ഫ്രണ്ട്? ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് തോന്നിയ പോലെ ലീവ് എടുക്കാൻ ഇത് അവന്റെ അച്ഛന്റെ സ്ഥാപനമാണോ? ഇത് നമ്മുടെ ആരുടെ അപ്പന്റെ സ്ഥാപനം അല്ലല്ലോ സാറേ. വിജയ് ബാബു സാർ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാൻ പോകുന്നു. സർട്ടിഫിക്കേഷൻ പ്രോസസ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഏത് വിജയ് ബാബു? ഓ എടോ, തന്നെയൊക്കെ ഈ സ്കൂളിന്റെ ഓണർ. സാർ വന്നോട്ടെ. ഞങ്ങൾ ആരും സാറിനെ കണ്ടിട്ട് പോലുമില്ല. ഒന്ന് പരിചയപ്പെടാമല്ലോ. അതിനെന്തിനാ സാറ് കിടന്ന് വെപ്രാളപ്പെടുന്നേ? ഈ അക്കൗണ്ടിൽ 100 മിസ്മാച്ച് ഉണ്ട്. സാറ് വരുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്യണ്ടേ? നീ അവനെ വിളിക്കേ. നാളെ ജോലിക്ക് വന്നില്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് വരേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറ. സാറേ, സുധി പാവ. സാറിനെ പേടിയാ. സാറ് പറയുന്നൊക്കെ അവൻ ചെയ്യും. ചെയ്യാൻ അവൻ അറിയുകയും ചെയ്യാം. അതിന് എന്ന് കരുതി വീട്ടിലെ ജോലിക്കാരോട് പെരുമാറുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. അക്കൗണ്ട് മിസ്മാച്ച് ആവുന്നത് എങ്ങനെയാണെന്ന് കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം സാറേ. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് രാവും പകലും ഇല്ലാതെ സാറിന് വേണ്ടി ഒരു പട്ടിയെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കാവൻ. ഇപ്പം അവൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നപ്പം എൻ്റെ ഒരു നന്ദി വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു ഓർമ്മയെങ്കിലും വേണം സാറേ. എന്നാലേ നമ്മളൊക്കെ മനുഷ്യന്മാരാവും. ഗ്രേഗൻ സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നു. ഇനിയും സ്കൂളിലെ ലീവ് നീട്ടിയ പ്രശ്നമാവുന്നാ പറഞ്ഞേ. പ്രശ്നമാവട്ടെ, എനിക്ക് വയ്യച്ച. മോനെ, ഇത്തരം അവസ്ഥകൾ ജീവിതത്തിലുണ്ടാവുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ ഒരവകാശമില്ല. അതൊക്കെ പറ്റും. ഒരുപാട് പണവും ബിസിനസ്സും സൗകര്യമൊക്കെ ഉള്ള വലിയ വലിയ ആൾക്കാർക്ക്. അച്ഛന്
അങ്ങനെ വലിയൊരാളാവാൻ പറ്റില്ല. അതിൽ എനിക്കൊരു സങ്കടം ഇല്ലേനും. പക്ഷേ നിന്റെ അച്ഛൻ തെറ്റായിട്ട് ഒരു കാര്യം ഇന്നുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ നന്മ എൻ്റെ കുട്ടിക്കുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛനത് തീർച്ചയാണ്. പുറത്തിറങ്ങിയ നൂറ് ചോദ്യങ്ങളെല്ലാവരും. പുറത്തിറങ്ങണം. ചോദിക്കുന്നവരോട് അറിയാവുന്ന മറുപടി പറയണം. അതാ വേണ്ടേ. രാമരാമ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഒരു ചങ്കൂറ്റേ, അവള് പറ്റിച്ചിട്ട് ബോംബെക്ക് തിരിച്ചു പോയാ സുധിയെ. ബോംബെയിൽ മുഴുവൻ റെഡ് സ്ട്രീറ്റ് അല്ലേ, വെറുതെ അല്ല. നീ ഇങ്ങ് വന്നേ സുധിയെ, ഒരു കാര്യം ചോദിക്കട്ടെ? ആ വാടാ, ഞങ്ങളൊന്നും അന്യന്മാരല്ലോ. കുറിച്ചു വെച്ചോട്ടാ. കുറെ നാളെ കുറിച്ച് വെച്ച് തുടങ്ങിയിട്ട് കേട്ടോ ഡോക്ടറെ. ഓവ് അതെ, ഞാൻ തന്നെ മരുന്നൊക്കെ താൻ റെഗുലറായിട്ട് കഴിക്കുന്നില്ലേ? ഓ പിന്നെ, എന്നിട്ട് വേണം എന്റെ ഉള്ള ബോധം കൂടി പോവാൻ. താങ്ക് യു. ആ താനിവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ കുറച്ച് ബീഫ് കൊണ്ടൊന്ന് വിൽക്കാൻ വെക്കണം, എന്നാലും അവനൊക്കെ നേരെയാവുള്ളൂ. എന്നെ സ്കൂൾ വരെ ഒന്ന് വിടാമോ? ഞാൻ പല്ലും കൂടി തേച്ചിട്ടില്ല. ശരി, വാ വാ. കോൺസെൻട്രേഷൻ. ഒരുപാട് നാളായിട്ട് താനിവിടെ വരുന്നത്. പലരും പലതും പറയും. അതൊന്നും ശ്രദ്ധിക്കാതെ താൻ തൻ്റെ ജോലിയിൽ മുഴുകുക. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഏയ്, ഇതിന് ഫീസൊന്നും വേണ്ട. ഇതൊരു കൗൺസിലിംഗ് ആയി കണക്കാക്കുകയും വേണ്ട. ഒരു ഫ്രണ്ട്ലി ടോക്ക്. ഇന്ന് ഡോക്ടറെ കൊണ്ട് എനിക്ക് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായത്. നമസ്കാരമുണ്ട്. ആ നിന്നെ കണ്ടില്ലോ, ഒന്ന് ഇപ്പോൾ ഓർത്ത്. എന്തേ ഉടക്കാണോ? ഉടക്കോ? നിൻ്റെ അടുത്ത് എന്ത് ഉടക്കാനാ? എങ്ങനെയെങ്കിലും ഈ ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചെടുക്കണം. പിന്നെ ഒരാളെ ആശ്രയിക്കണ്ടല്ലോ. ഈ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് വണ്ടി ഓടിച്ച് നീ ഇവിടെ വരും. ഇപ്പോഴൊന്ന് സമാധാനമായത്. എങ്ങനെ പോകണം നിൻ്റെ സീരിയൽ ഷൂട്ടൊക്കെ? ഇന്നലെ ഒരു റേപ്പ് സീനിൽ അഭിനയിക്കേണ്ടി വന്നു. ഇനി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ പുകലാണോ ഉണ്ടാവാൻ പോണേ. ഹേയ് കുഴപ്പമില്ല, ടി വിയിലെ റേപ്പിൽ ഒന്നും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല. മമ്മൂക്കയുടെ ഒരു പുതിയ പടത്തിൽ നിന്നൊരു ചെറിയ റോള് റെഡി ആയിട്ടുണ്ട്. ശരിക്കും? ആരോടെങ്കിലും പറഞ്ഞ കൊല്ലും ഞാൻ. സിനിമയുടെ കാര്യം നടന്നു അത്ര തന്നെ. അതൊക്കെ നടക്കും. ഓഹോ, ഇവിടെ സൊറ പറഞ്ഞിരിക്കല്ലേ? മേഡം എത്രയോ നേരം അവിടെ അന്വേഷിക്കുന്നു. ഈ ചായ മുഴുവൻ കുടിച്ചതിനുള്ള അത്യാവശ്യമുള്ളൂ. അവിടെ കുടി. എന്റെ സുധി. ജപ്പാനിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും ജാപ്പനീസിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അമേരിക്കക്കാരും യൂറോപ്യൻസും ഒക്കെ എന്നിട്ടും അവർ അന്വേഷിച്ചു വരുന്നു. വൈ? ബിക്കോസ് ദേ ഹാവ് ദ നോളജ്. നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആവാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി. ഹായ്. കേറി വാടോ. ഒരു സ്ഥലത്തും കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ, ഞാനിപ്പോൾ ബോർഡിലൊരു സെന്റൻസ് എഴുതാം. ജസ്സി, എന്താ സംഭവം? എന്തോ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും ആത്മവിശ്വാസവും ഒക്കെ നന്നാക്കാനുള്ള പരിപാടിയാണ്. പുതിയ പാർട്ട് ടൈം അപ്പോയിൻമെന്റ് ആയി കല്യാണി. മാനേജ്മെന്റിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള കുറിപ്പിന്റെ പുതിയ നമ്പർ ആയിരിക്കും. പിശാശ്.